ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സോ നമ്മളിന്ന് നമ്മുടെ ഫസ്റ്റ് എന്താ പറയുക എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വീഡിയോ ആണ് ഇത്. PT ആണ്, ആരോഗ്യ കായിക വിദ്യാഭ്യാസം കലാവിദ്യാഭ്യാസം പ്രവൃത്തിയാണ്. ഇത് മൂന്നിൻ്റെയും ഒന്നിലുള്ളതാണ്. വാർഷിക മൂല്യനിർണ്ണയം 2023-24 ഇത് കഴിഞ്ഞ വർഷത്തേതാണ്. സോ നമുക്കിത് നോക്കാം. ഇത് 5ാം ക്ലാസ്സിൻ്റേതാണ്. നമുക്ക് ഇവിടെ ഇങ്ങനെ ആദ്യം തന്നെ പൊതുനിർദ്ദേശങ്ങൾ വായിക്കണം. പക്ഷേ ഞാനിത് വായിച്ച് ബോറടിക്കുന്നില്ല, എനിക്ക് തന്നെ ബോറടിക്കാറുണ്ട് വായിക്കുമ്പോൾ. സോ നമുക്ക് ആദ്യം തന്നെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. സോ ഒരാളുടെ പരമാവധി ഹൃദയമിടിപ്പ് ലഭിക്കാൻ 220-ൽ നിന്ന് ഡാഷ് അയാളുടെ ഡാഷ് കുറച്ചാൽ മതിയാകും. ഉത്തരം വയസ്സാണ് ഗൈസ്. സോ അടുത്തത്, സംസർഗശീലം വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനമേത്? TV കാണൽ, വീഡിയോ ഗെയിം കളിക്കൽ, ഉറക്കം, ഫുട്ബോൾ കളിക്കൽ. ഉത്തരം ഫുട്ബോൾ കളിക്കലാണ്. പിന്നെ പൊള്ളലിന് കാരണമില്ലാത്ത വസ്തു ഏത്? നീരാവി, തീ, ചൂടുള്ള വസ്തുക്കൾ, ജലം. ഉത്തരം ജലമാണ്. ദൈനംദിന ജീവിതത്തിലെ ആവശ്യങ്ങളെയും വെല്ലുവിളികളെയും കാര്യക്ഷമമായി നേരിടാനുള്ള കഴിവിനെ നമ്മൾ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താണ്? എല്ലാവരും വിചാരിച്ചതുപോലെ ജീവിത നൈപുണ്യം തന്നെയാണ്. സുരക്ഷിതമായ കളിസ്ഥലത്തിന് യോജിക്കാത്തത് ഏത്? നിരപ്പായത്, മൃദുലമായത്, സുരക്ഷാ മാതൃകകളുള്ളത്, സുരക്ഷാ മുൻകരുതലുകൾ പാലിച്ചത്, കല്ല് നിറഞ്ഞതാണ് ഉത്തരം. സോ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് 1 മാർക്കിൻ്റെ ഓരോ ചോദ്യത്തിന് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിന് 2 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ ഉണ്ടാകും, അതിനെഴുതണം. സോ നമുക്ക് വാമിംഗ് അപ്പിൻ്റെ നേട്ടങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് അടുത്ത ചോദ്യം. നമുക്ക് 4 നേട്ടങ്ങളാണ് വാമിംഗ് അപ്പിലൂടെ ഉള്ളത്. ശരീരത്തിലെ പേശികളുടെ ഊഷ്മാവ് വർദ്ധിക്കുന്നു. പേശികളിലേക്ക് വർദ്ധിച്ച തോതിൽ രക്തവും ഓക്സിജനും പ്രവഹിക്കുന്നതിന് ഹൃദയത്തെ സജ്ജമാക്കുന്നു. നാഡീസംവേദനം വേഗത്തിലാകുന്നു. സന്ധികളുടെ ചലനം വർദ്ധിപ്പിച്ച് പരിക്കിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഈ വാമിംഗ് അപ്പിൻ്റെ നേട്ടങ്ങൾ. സോ നമ്മൾ ഇപ്പോൾ 6 കഴിഞ്ഞു. നമ്മളുടെ 7ാമത്തെ ചോദ്യം, ഈ പേജിൻ്റെ അവസാനത്തെ ചോദ്യം, പദസൂര്യൻ പൂർത്തിയാക്കും. കളികളിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് എന്തെല്ലാം ലഭിക്കും? ഉത്തരം സിമ്പിളാണ് ഗൈസ്. ധാരാളം കൂട്ടുകാരുണ്ടാകുന്നു, അത് സ്വാഭാവികമാണ്. പിന്നെ കൂടുതൽ ആളുകളുമായി ഇടപഴകാൻ അവസരമുണ്ടാകുന്നു. വ്യക്തിത്വ വികാസവും ബുദ്ധിപരമായ വളർച്ചയും ഉണ്ടാകുന്നു. മാനസിക ഉല്ലാസം ലഭിക്കുന്നു. ഇതൊക്കെയാണ് നമുക്ക് കളികളിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന ഗുണങ്ങൾ. അടുത്തത് 8ാമത്തെ ചോദ്യമാണ്. പ്രഥമ ശുശ്രൂഷ കിറ്റിൽ ഉൾപ്പെടുത്താവുന്ന 4 വസ്തുക്കളുടെ പേരെഴുതുക. 4 വസ്തുക്കൾ. സോ നമ്മൾക്ക് അത് എന്ത് വേണമെങ്കിലും എഴുതാം. ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു 4 പറയാം. കത്രിക, ബാൻഡേജ്, ഗുളിക, മരുന്ന്. സോ അടുത്തത്, ആത്മവിശ്വാസം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം? ആത്മവിശ്വാസം കൊണ്ട് നമുക്ക് വിജയം നേടാൻ കഴിയുന്നു. പരിമിതികൾ തരണം ചെയ്യാൻ പ്രാപ്തരാകുന്നു. കൂടുതൽ പ്രയത്നിക്കാൻ പ്രാപ്തരാകുന്നു. പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ കരുത്തു നൽകുന്നു. സോ നമ്മളുടെ അടുത്തതായി നമുക്ക് 10ാമത്തെയാണ് ചെയ്യാനുള്ളത്. സോ അതിൻ്റെ പന്ത് കൊണ്ടുള്ള കളികൾ, പന്ത് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായത്, അത് പട്ടികപ്പെടുത്തണം. പട്ടിക വരക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളൊരു 4 കളികൾ അങ്ങനെ എഴുതുക, സൈഡിൽ 4 കളികൾ അങ്ങനെ എഴുതിയാലും മതിയാകും. സോ നമുക്ക് 4 കളികൾ ഞാൻ തൽക്കാലത്തേക്ക് പറഞ്ഞ കളികൾ അധികം കളിക്കുന്നവരാണെങ്കിൽ ഇത് സ്വാഭാവികമായും അറിയാവുന്നതായിരിക്കും. സോ പന്ത് ആവശ്യമുള്ള കളികൾ ആണ് വോളിബോൾ, ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ. ആവശ്യമില്ലാത്ത 4 കളികളാണ് കബഡി, ഖോഖോ, ഒളിച്ചുകളി, കള്ളനും പോലീസും. നിങ്ങൾ ഇരുന്നുള്ള കള്ളൻ പോലീസായാലും ഓടുന്ന കള്ളൻ പോലീസായാലും ഏത് നിങ്ങൾ വിചാരിച്ചാലും കുഴപ്പമില്ല, രണ്ടും പന്ത് വേണ്ടാത്തതാണ്. സോ നമുക്ക് ഇനി 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സുരക്ഷിതമായ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? അതാണ് നമ്മുടെ അടുത്ത ചോദ്യം. സുരക്ഷിതമായ റോഡിലൂടെ നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നടപ്പാത ഉപയോഗിക്കണം. റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കണം. ട്രാഫിക് സിഗ്നൽ അനുസരിക്കണം. റോഡിലൂടെ നടക്കുമ്പോൾ പരസ്പരം പിടിവലി കൂടരുത്. റോഡിലൂടെ നടക്കുമ്പോൾ കഴിക്കരുത്.
കളിക്കരുത്. വാഹനങ്ങളുടെ സഞ്ചാരപാതയിലൂടെ നടക്കരുത്. വളവുകളിൽ റോഡ് മുറിച്ചു കടക്കരുത്. റോഡ് മുറിച്ചു കടക്കുന്നത് സീബ്ര ലൈനിലൂടെ മാത്രമാകണം. അടുത്തെങ്ങും സീബ്ര ലൈൻ ഇല്ലെങ്കിൽ ആദ്യം ഇടതുവശത്തും പിന്നീട് വലതുവശത്തും വീണ്ടും ഇടതുവശത്തും നോക്കിയിട്ട് നമുക്ക് മുമ്പോട്ടേക്ക് പോകാം. സീബ്ര ലൈനിൽ നിന്നും ഇതേ പ്രക്രിയ ഉപയോഗിക്കേണ്ടതാണ്. സോ അടുത്തത് 12ാമത്തെ ചോദ്യം. കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വഴി നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തെല്ലാം? ഇത് ഒരു ചെറിയൊരു മിസ്റ്റേക്കാണ് ഗൈസ്. കാരണം ഈ കളികൾ ഏർപ്പെടുമ്പോൾ ഇത് തന്നെയായിരുന്നു ആ ചോദ്യവും. അത് അറിയാതെ 2 പ്രാവശ്യം ഒരേ ചോദ്യം പ്രിൻ്റായി വന്നതാണ്. അത് സാറ് പറഞ്ഞിട്ടുമുണ്ട്. സോ നമുക്ക് അടുത്തത് കലാവിദ്യാഭ്യാസമാണുള്ളത്. ആദ്യത്തെ ചോദ്യം. തുണികളിൽ ചിത്രം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന കളർ ഏത്? ഫാബ്രിക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വായ്ത്താരി എന്ന പ്രയോഗത്തിന് ഉദാഹരണം ഏത്? വന്ദേ മാതരം, ചെത്തി മന്ദാരം തുളസി. അതേതാ പാട്ട് ഗൈസ്? തന്താനോ പച്ചക്കിളിക്കൊരു കൂട്. തന്താനെ താനാധന എന്നാണ് ഇതിൻ്റെ ഉത്തരം. ഭാഷയില്ലാത്ത കാലത്ത് മനുഷ്യർ ആശയവിനിമയം നടത്തിയത് ഡാഷിലൂടെയാണ്, ആംഗ്യത്തിലൂടെയാണ് ഗൈസ്. കൈകളിൽ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ലിപിയും തുടങ്ങി, അത് കഴിഞ്ഞ് പാട്ടും തുടങ്ങി, അത് കഴിഞ്ഞ് അവസാനം സംസാരവും തുടങ്ങി. വാ. കൈകളിൽ ചോക്കും പുസ്തകവും ഉണ്ടെന്ന ഭാവേന കുട്ടി അഭിനയിക്കാൻ കിട്ടിയ സ്ലിപ്പിലെ സൂചന എന്തായിരിക്കും? ക്ലാസ് റൂം. സിമ്പിൾ. ആ ചോക്ക് പിടിച്ചാൽ തന്നെ മനസ്സിലാവും ഏതെങ്കിലും തലയിലെറിയുന്ന സാറായിരിക്കുമെന്നോ. പ്രശസ്ത സംഗീതജ്ഞയുടെ ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. സംഗീതജ്ഞയുടെ പേരെഴുതുക. MS സുബ്ബലക്ഷ്മി. ഒരു തമിഴ് ഗായികയാണ് അദ്ദേഹം. ഒന്നുമില്ല. KS രാധാകൃഷ്ണൻ ഏത് മേഖലയിലാണ് വ്യക്തിമുദ്ര പതിപ്പിച്ചത്? നാടകമല്ല ഗൈസ്, അറിയാതെ വരഞ്ഞു പോയതാണ്, ശ്രദ്ധിക്കരുത് പ്ലീസ്. ശില്പമാണ് ഉത്തരം. കാനായി കുഞ്ഞിരാമൻ്റെ പ്രശസ്തമായ 2 ശില്പങ്ങൾ ഏതെല്ലാം? മലമ്പുഴയിലെ യക്ഷി, പിന്നെ മത്സ്യകന്യക. ഇവ രണ്ടുമാണത്. പിന്നെയുള്ളത് ദേശീയ ഗാനങ്ങൾ ആലപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 പ്രധാന കാര്യങ്ങൾ എന്തെല്ലാം? ഒന്നാമത്തെ കാര്യം താളത്തോടെ പാടണം. രണ്ടാമത്തേത് എന്തായാലും ഗ്രൂപ്പായിട്ടായിരിക്കും നമ്മളത് പാടുന്നത്, അത് ഒരുമിച്ച് പാടണം. അല്ലാതെ ഒരാൾ ജനഗണ എത്തുമ്പോൾ ഒരാൾ വന്ദേ മാതരം ഒരാൾ ആദ്യത്തെ ഭാഗം പാടുമ്പോൾ രണ്ടാമത്തെ ആൾ അവസാനത്തെ ഭാഗം പാടരുത്. അപ്പോൾ ഫുള്ള് കഴിഞ്ഞു പോകും. എന്നുവെച്ചാൽ ഒരാൾ സ്പീഡും ഒരാൾ സ്ലോവും ആകരുത്. അപ്പോൾ ഈ പേജിലെ അവസാനത്തെ വാക്ക് ഏതാണ്? 10 ലക്ഷത്തിൻ്റെ അടുത്ത ചോദ്യം. 2 സുഷിരവാദ്യങ്ങളുടെ പേരെഴുതുക. കുറേ സുഷിരവാദ്യങ്ങൾ നിലവിലുണ്ട് ഗൈസ്. ഞാൻ 2 പറയാം. ഓടക്കുഴലും ഓബോയും. ഈ ഓബോ എന്താണെന്ന് എനിക്കും അറിഞ്ഞുകൂടാ, അത് വേറെ കാര്യം. അടുത്തത് ഇതാണ്. ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന നൃത്തരൂപങ്ങൾ തിരിച്ചറിഞ്ഞ് എഴുതുക. ഇത് A മോഹിനിയാട്ടം, B മാർഗം കളി, C കഥകളി, D തിരുവാതിര. താഴെ കൊടുത്തിരിക്കുന്ന വാദ്യോപകരണങ്ങളുടെ പേരെഴുതുക. വയലിൻ, ചെണ്ട, വീണ, ഓടക്കുഴൽ. അടുത്തത് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു പൂവിൻ്റെ ചിത്രം വരച്ച് നിറം നൽകൂ. അത് നിങ്ങൾ തന്നെ ചെയ്യണം, എനിക്കിപ്പം വരച്ചൊന്നും കൂടാ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നെരിക്കും കൊക്കിനും കുറുക്കനുമായി കുറഞ്ഞത് എന്തെങ്കിലും കണ്ടിട്ട് നമ്മുടെ ആദ്യം കുറുക്കൻ കൊക്കിനെയും പിന്നെ കൊക്ക് കുറുക്കനെയും പറ്റിച്ച ആ കഥ പോലെ ഉണ്ട്. പാത്രത്തിൽ കൊടുത്തിട്ട് കുടിക്കാൻ പറ്റാണ്ട് നാണം കെട്ട കൊക്ക് പിന്നെ വകവെട്ടി. അതെന്തായാലും നിങ്ങൾ തയ്യാറാക്കണം. അത് സിമ്പിളായിരിക്കും. പിന്നെ പ്രവൃത്തി പഠനത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. സലാഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തു. സിമ്പിൾ. ചേമ്പും ചേനയും കാച്ചിലൂട്ടിക്കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ക്യാരറ്റ് മാത്രം ഉപയോഗിക്കൂ, എങ്കിലേ കുറച്ച് ടേസ്റ്റ് കുറഞ്ഞ് കിട്ടും. കട്ട ടേസ്റ്റ്. ഒരു കൃഷി ഉള്ളപ്പോൾ അതേ കൃഷിയിടത്തിൽ തന്നെ മറ്റൊരു കൃഷി ചെയ്യുന്നതിനെ ബഹുവിള കൃഷി എന്ന് പറയുന്നു. അതാണ് ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കിണർ ക്ലോറിനേഷൻ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വസ്തു. എന്താണ് ഈ ക്ലോറിനേഷൻ എന്ന് ആരെങ്കിലും ഒന്ന് പറയണം. ബ്ലീച്ചിങ് പൗഡറാണ് ഉത്തരം, അതെനിക്കറിയാം. റിവറ്റ് എന്ന ഉപകരണം താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രവർത്തനം ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്? മെറ്റൽ എൻഡ്രേവിംഗ് ആണ് ഗൈസ് ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നോട്ട് ബുക്ക് നിർമ്മാണത്തിന് ആവശ്യമില്ലാത്ത വസ്തു ഏത്? ആണിയാണ് ഗൈസ്. ആണിയിട്ടൊരു പുസ്തകം ഉണ്ടാക്കിയിട്ട് പണ്ടേ പുസ്തകങ്ങൾ കീറി പറഞ്ഞു പോകും.
സോ നമ്മുടെ അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ, ജൈവവളം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും 4 വസ്തുക്കളുടെ പേരെഴുതുക. അത് നമുക്ക് ഏതെങ്കിലും ചാണകം, പിന്നെ നമ്മുടെ ഭക്ഷണങ്ങൾ ബാക്കി വെച്ചാൽ ഉണ്ടാകുന്ന പുഴു പിന്നെ വളമായി മാറും. അങ്ങനത്തെ പല ഉണ്ട്, നമുക്ക് അതൊക്കെ എഴുതാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഈ വെജിറ്റബിൾ പ്രിൻറ്റിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ക്രമപ്പെടുത്തി എഴുതുകയാണ്. ഫസ്റ്റ് വരിക, സ്പോഞ്ചിൽ ആവശ്യമായ പെയിൻ്റ് ഒഴിക്കുന്നു. വെജിറ്റബിൾ മുറിച്ച് ഡിസൈൻ ഉണ്ടാക്കുന്നു. സ്പോഞ്ചിലെ പെയിൻറ്റിൽ ഡിസൈൻ മുക്കി തുണിയിൽ അമർത്തുന്നു. അരിക് മടക്കി തയ്ച്ച് ടേബിൾ ക്ലോത്ത് തയ്യാറാക്കുന്നു. അതോടെ അത് കഴിഞ്ഞു. അടുത്തത് ചേരുംപടി ചേർക്കുക. ഡ്രൈ ഡേ ഉത്തരം കൊതുക് നിവാരണം. വെജിറ്റബിൾ പ്രിൻറ്റിംഗ്, ഫാബ്രിക് പെയിൻറ്, നോട്ട് ബുക്ക്, A4 ഷീറ്റ്, ജൈവ കീടനാശിനി, പുകയില കഷായം, വ്യായം. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് ശുചീകരണ പ്രവർത്തനപ്പെടാത്തത് ഏതെന്ന് എഴുതുക. ഡി ആണ് ഗൈസ്. ഉത്തരം ഡി എന്ന് എഴുതിയാൽ മതി, അപ്പോൾ അത് ശരിയാവും. സോ നമുക്ക് ഇനി ഈ വീഡിയോ കഴിയാറായിട്ടുണ്ട്, പ്രവർത്തനവും കഴിയാറായിട്ടുണ്ട്. സോ പദസൂര്യൻ പൂർത്തിയാക്കുക. പാർപ്പിടത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പേരാണ്. ടൈൽസ് ഉപയോഗിക്കും, ഓട്, ഇഷ്ടിക, സിമൻറ്റ്. ഇതൊക്കെയാണ് ഉത്തരം. വേറെന്തെങ്കിലും നിങ്ങൾക്ക് അതിന് പകരം എഴുതാം, ഐ ഡോണ്ട് കെയർ. സോ അടുത്തത് 11, 12 ഒന്നിനാണ് ഉത്തരം എഴുതേണ്ടത്. ഞാൻ രണ്ടിനും പറയുന്നു. സോ ഏതെങ്കിലും ഒരു ലഘുപാനീയത്തിന് ആവശ്യമായ സാമഗ്രികളുടെ പേരെഴുതി നിർമ്മാണ രീതി വിവരിക്കുക. നമുക്ക് ചെറുനാരങ്ങ വെള്ളം തയ്യാറാക്കാം ഗൈസ്. എല്ലാവർക്കും അറിയുന്ന പോലെ അതിൽ വേണം ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാര, ചെറുനാരങ്ങ, ഒരു ഗ്ലാസ് തണുത്ത വെള്ളം അല്ലെങ്കിൽ സാധാ വെള്ളം, എന്നിട്ട് എല്ലാം കൂടി ചേർക്കുക. തയ്യാറായി. ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കുക. ആഹാ, ഞാൻ ഉപ്പിട്ടാണ് കുടിക്കാറ്. പഞ്ചസാര ഇട്ട് കുടിക്കുന്നവർ ലൈക്ക് ചെയ്യുക, ഉപ്പിട്ട് കുടിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. സോ നമ്മുടെ അടുത്ത അവസാനത്തെ പ്രവർത്തനം ഒരു പോസ്റ്റർ നിർമ്മാണമാണ്. പോസ്റ്റർ എന്തായാലും എനിക്കിപ്പോൾ ഉണ്ടാക്കി തരാൻ പറ്റില്ല, ഡ്രോയിങ് പോലെ തന്നെ. സോ ഗായ്സ്, നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.